السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. أما بعد اتقوا الله عباد الله. യഹ്യ ഇബ്നു ഔൻ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞ ഒരു വാചകമാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം പറയുന്നതായി കാണാം: ദഖൽതു മഅ സഹ്നൂനിൻ അല ഇബ്നിൽ ഖസ്സാരി വഹുവ മരീദുൻ. ഞാനൊരിക്കൽ സഹനൂൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കൂടെ ഇബ്നുൽ ഖസ്സാർ റഹ്മത്തുള്ളാഹി അലൈഹിയെ കാണാൻ വേണ്ടി ഞങ്ങൾ പുറപ്പെട്ടു. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ പ്രവേശിച്ചു. അദ്ദേഹം രോഗിയായിരിക്കുന്ന സന്ദർഭത്തിൽ, അതായത് ഇബ്നുൽ ഖസ്സാർ റഹ്മത്തുള്ളാഹി അലൈഹി രോഗിയാണ്. അപ്പോൾ സഹനൂനും അതുപോലെ തന്നെ യഹ്യ ഇബ്നു ഔൻ റഹ്മത്തുള്ളാഹി അലൈഹി അവർ രണ്ടുപേരും അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി പോവാണ്. ആ സമയത്ത് സഹനൂൻ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, എന്താണ് താങ്കൾക്ക് ഒരു പ്രയാസം? അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, അതായത് ഇബ്നുൽ ഖസ്സാർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം മറുപടി പറഞ്ഞു, ഞാൻ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് എനിക്ക് ചെന്നെത്തേണ്ടി വരുമല്ലോ എന്നുള്ളതാണ് എൻ്റെ പ്രയാസമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ സന്ദർഭത്തിൽ സഹനൂൻ റഹ്മത്തുള്ളാഹി അലൈഹി ഇബ്നുൽ ഖസ്സാർ റഹ്മത്തുള്ളാഹി അലൈഹിയെ വല്ലാത്തൊരു ആശ്വാസ വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കുകയാണ്. അത് കേവലം ദുനിയാവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടോ മറ്റൊന്നുമല്ല, എൻ്റെ കുടുംബത്തെ ഞാൻ നോക്കിക്കൊള്ളാം, അല്ലെങ്കിൽ എൻ്റെ മക്കളെ ഞാൻ സംരക്ഷിച്ചുകൊള്ളാം എന്നുള്ള രൂപത്തിലല്ല. ആ മനുഷ്യന് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണോ ആശ്വാസം ലഭിക്കുക, അതുകൊണ്ടാണ് അദ്ദേഹം ഉപദേശിക്കുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, അലസ്ത മുസദ്ദിഖൻ ബിർറുസുലി വൽ ബഅസി വൽ ഹിസാബി വൽ ജന്നതി വന്നാരി. താങ്കൾ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ട എല്ലാ റുസുലുകളിലും എല്ലാ റസൂലുമാരിലും താങ്കൾ വിശ്വസിക്കുന്നില്ലേ? അതുപോലെ തന്നെ ഇനിയൊരു പുനരുദ്ധാരണ ദിവസം ഉണ്ടാകുമെന്നും താങ്കൾ വിശ്വസിക്കുന്നില്ലേ? അതുപോലെ തന്നെ താങ്കൾ ചെയ്തു വെച്ചതായ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ ചെയ്യുമെന്നും താങ്കൾ സത്യപ്പെടുത്തിയിട്ടില്ലേ? അതുപോലെ തന്നെ സ്വർഗമുണ്ട് എന്നും നരകമുണ്ട് എന്നും താങ്കൾ സത്യപ്പെടുത്തിയിട്ടില്ലേ? അതുപോലെ തന്നെ വഅന്ന അഫ്ളല ഹാദിഹിൽ ഉമ്മ അബൂബക്രിൻ സുമ്മ ഉമർ. ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള ആൾ എന്ന് പറഞ്ഞാൽ അത് അബൂബക്കറാണ് റളിയല്ലാഹു അൻഹു, ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആണ് എന്നും താങ്കൾ സത്യപ്പെടുത്തിയിട്ടില്ലേ? അതുപോലെ തന്നെ വൽ ഖുർആന കലാമുല്ലാഹി ഗൈറു മഖ്ലൂഖിൻ. ഖുർആൻ അല്ലാഹുവിൻ്റെ കലാമാണ്, അതൊരിക്കലും മഖ്ലൂഖല്ല, സൃഷ്ടിയല്ല എന്നും താങ്കൾ സത്യപ്പെടുത്തിയിട്ടില്ലേ? വഅന്ന അല്ലാഹ യുറാ യൗമൽ ഖിയാമ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഖിയാമത്ത് നാളിൽ കാണുമെന്നും താങ്കൾ വിശ്വസിക്കുന്നില്ലേ? വഅന്നഹു അലൽ അർശി ഇസ്തവ. അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിലേക്ക് ഉയർന്നിരിക്കുന്നു എന്നും താങ്കൾ വിശ്വസിച്ചിട്ടില്ലേ? വലാ തഖ്റുജു അലൽ അഇമ്മത്തി ബിസ്സൈഫി വഇൻ ജാറു. ഭരണാധികാരികളായ ആളുകൾ അക്രമികളായാൽ പോലും അവർക്കെതിരിൽ വാളെടുത്തുകൊണ്ട് പുറപ്പെടരുത് എന്നുള്ള കാര്യവും താങ്കൾ വിശ്വസിക്കുന്നില്ലേ എന്ന് അദ്ദേഹം ചോദിക്കണം. എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്നയിൽ പെടാൻ, സലഫുകളുടെ മാർഗത്തിൽ പെടാൻ എന്തെല്ലാം കാര്യങ്ങൾ അയാൾക്കുണ്ടാവണമോ അതെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്, മഖ്ലൂഖല്ല. മഖ്ലൂഖാണെന്ന് പറഞ്ഞ ബിദഈയായ ആളുകളുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിനെ ഖിയാമത്ത് നാളിൽ കാണുകയില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അതുപോലെ തന്നെ ഭരണാധികാരികൾക്കെതിരിൽ ഇറങ്ങിപ്പുറപ്പെടാമെന്ന് പറഞ്ഞ ബിദഈകളുണ്ട്. അപ്പോൾ ഈ രൂപത്തിലൊന്നും താങ്കൾ വിശ്വസിക്കുന്നില്ലല്ലോ എന്ന വിശ്വാസം അദ്ദേഹം കറക്റ്റാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇബ്നുൽ ഖസ്സാർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഐ വല്ലാഹി, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, എൻ്റെ വിശ്വാസങ്ങളെല്ലാം താങ്കൾ ഈ പറഞ്ഞ രൂപത്തിൽ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സഹനൂൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മുത് ഇദാ ശിഅ്ത, താങ്കൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ താങ്കൾ മരിച്ചുകൊള്ളുക, താങ്കൾക്ക് യാതൊരു പ്രയാസവും ഉണ്ടാവുകയില്ല എന്ന്. പ്രിയപ്പെട്ടവർ, നമ്മുടെയൊക്കെ എത്ര നല്ല കർമ്മങ്ങൾ ഉണ്ടായിട്ടും ഒരുപക്ഷെ നാളെ ഖിയാമത്ത് നാളിൽ ഉപകാരപ്പെടുകയില്ല. നമ്മുടെ വിശ്വാസം അത് മോശമാണെങ്കിൽ, നമ്മൾ ഇഖ്ലാസോടുകൂടി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത്തിബാ ചെയ്തുകൊണ്ട് നബി തങ്ങൾ ചെയ്ത കർമ്മമാണ് നമ്മൾ ചെയ്തതെങ്കിൽ പോലും നമ്മുടെ വിശ്വാസം ശരിയല്ല എങ്കിൽ അള്ളാഹുവിനെ കുറിച്ച്, അവൻ്റെ റസൂലിനെ കുറിച്ച്, അതുപോലെ തന്നെ ഖിയാമത്തിനെ കുറിച്ച്, സ്വർഗ നരകങ്ങളെ കുറിച്ച്, അതുപോലെ തന്നെ ഖുർആൻ കലാമാണെന്നുള്ള വിഷയത്തിൽ, അതുപോലെ തന്നെ അഇമ്മത്തുകൾക്കെതിരിൽ പുറപ്പെടാൻ പാടില്ല എന്നുള്ള ഈ വിഷയങ്ങളൊന്നും നമ്മുടെ വിശ്വാസം ശരിയല്ല എങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് നാളെ യാതൊരു പ്രയോജനവും നമുക്കുണ്ടാവുകയില്ല എന്നാണ്
ഈ ഒരു സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.